നിങ്ങളെല്ലാവരും പറക്കും തളിക കണ്ടിട്ടില്ലേ? അപ്പോൾ പറക്കും തളികയിൽ ഹരിശ്രീ അശോകൻ എലീനെ ഓടിക്കുന്നതും എലി ഹരിശ്രീ അശോകനെ ഓടിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും എലി അറിയായിരിക്കും. എലി വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും വീട്ടുകാരെ എലിക്കണി വെച്ച് പിടിക്കുന്ന അറിയായിരിക്കും. നമ്മളൊക്കെ പിന്നെ നമ്മുടെ അഡൽട്ട്ഹുഡിലേക്ക് ജീവിക്കുമ്പോഴാണ് തനിയെ താമസിച്ച് തുടങ്ങുന്നതും എലീൻ്റെയൊക്കെ ആക്രമണം സ്വന്തമായിട്ട് അനുഭവിച്ചു തുടങ്ങുന്നതും. പക്ഷെ അതല്ലാതെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എലിപ്പെട്ടി വാങ്ങിക്കാൻ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും വീട്ടിൽ നിന്ന് പോവും. അവരെലിക്കണി വെക്കും. നമ്മളിതിനെക്കുറിച്ചൊന്നും വലിയ ബോധറിയില്ല. എലിക്കണി ചാടിക്കഴിയുമ്പം അതിനെ പിടിച്ചത് ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ചിലപ്പം അതിനെവിടെയെങ്കിലും ദൂരെ കൊണ്ട് തുറന്നു വിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കും ഇത്രയൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ വൺസ് തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പം ഞാൻ താമസിച്ച വീടിനകത്ത് ഒരു എലി വന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ തനിയെ താമസിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പല 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 പ്രശ്നങ്ങൾ നേരിടും. പക്ഷേ അതിലൊരിക്കലും ഒരു എലി വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ സ്വപ്നേനി ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു 1 BHK ആണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഭയങ്കരമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഒരു വലിയ പാത്രം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ തട്ടും മുട്ടുമൊക്കെ കേട്ടു. അപ്പോൾ ഞാനിത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു എലിയായിരുന്നു അത്. അപ്പോൾ ചെറിയ എലിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി ജീവജാലങ്ങളോടൊക്കെ സ്നേഹമുള്ള മനുഷ്യനാണ് ഞാനെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ വളരെ സോഫ്റ്റായിട്ട് ആ പാത്രത്തോടു കൂടി, അതൊരു കാർഡ്ബോർഡ് ഷീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പുറത്ത് കുറച്ച് ദൂരെ ഉള്ളൊരു പറമ്പ് പോലത്തെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബഷീറിയൻ ചിന്താഗതിയുള്ള ആളാണ്. ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരം ജീവജാലങ്ങൾക്കും വേണ്ടി ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും ചെയ്തില്ല. അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് പോയെന്ന് ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം കോളേജിൽ പോയി ഞാൻ തിരിച്ചു വരുമ്പം അടുക്കളയിൽ നിന്നൊക്കെ ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ഇതെന്തോ പിന്നെ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളിൽ പോയി നോക്കിയപ്പം വീണ്ടും ഒരു എലി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ ചെയ്തത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. ഈ എലി വന്നതും അതിനെ തുറന്നു വിട്ടതും ഓക്കെ. പക്ഷേ ഇത് ഏത് വഴിയാണ് വന്നതെന്ന് ഞാൻ അന്വേഷിച്ചില്ല. എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ വിചാരിച്ചു അത് വന്നു, അത് പോയി, ഇനി വരത്തില്ലെന്ന്. പക്ഷെ അത് വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അതിൻ്റെ വഴി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഈ അടുക്കളേൻ്റെ പിന്നെ വാഷ് ബേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പൈപ്പുണ്ട്. ആ പൈപ്പ് കരണ്ട് പൊട്ടിച്ചതിന് ശേഷം അത് പുഷ് ചെയ്ത് ആ ഡ്രെയിനേജിൻ്റെ വഴിയാണ് ഇത് ഉള്ളിൽ കയറിയേക്കുന്നത്. അപ്പം ഞാൻ ഓടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ആ ഡ്രെയിനേജ് വഴി തിരിച്ച് ഓടിക്കയറിപ്പോവും. അപ്പോൾ അത് ഓടിച്ചു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, ഡ്രെയിനേജിൻ്റെ പൈപ്പ് പ്രശ്നമാണ്. അപ്പോൾ ഞാനത് നന്നാക്കണം. അങ്ങനെ ഞാൻ ഒരു പ്ലംബറിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവരെ കൊണ്ടിത് നന്നാക്കിച്ചു. അപ്പോൾ ഞാൻ വേറൊരു നാട്ടിലാണ്. ഇവിടുത്തെ പ്ലംബർമാർ എന്നെ നൈസായിട്ട് ഈ 100 രൂപയുടെ പൈപ്പിന് 500 രൂപ കൊടുത്ത് ഞാനങ്ങനെ പറ്റിക്കപ്പെട്ടു. അത് പിന്നെ ഞാൻ ആയിക്കോട്ടെ പോട്ടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നല്ല പൈപ്പ് വേണം വെക്കാനായിട്ട്. എലിയുണ്ട്, അപ്പം എലി കടിച്ച് പൊട്ടിക്കാതെ ഉള്ള ഒരു പൈപ്പ് വേണം. അപ്പോൾ അവർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൈപ്പ് തന്നെ എനിക്ക് വെച്ച് തന്നു. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ പ്രശ്നം സോൾവായി. അവർ സിമെൻറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് അത് ചെയ്തു. എന്നിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ഉള്ള പൈപ്പുണ്ട്. പക്ഷേ ഇപ്പം തൊട്ട് ഞാൻ കോഷൻ എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുക്കളേൻ്റെ ഡോറ് അടച്ചിട്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ ഡ്രസ്സ്, പിന്നെ ഒത്തിരി തുണികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എന്തായാലും ഈ പറയുന്ന പോലെ എലി കയറാൻ പാടില്ലല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ പൂട്ടിയിട്ടിട്ട് പോയി. അങ്ങനെ ഞാൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ പ്ലംബർ വന്ന് കുറേ സമയമെടുത്ത് കഷ്ടപ്പെട്ടാക്കിയ ആ പൈപ്പ് കരണ്ട് ഈ എലി വീണ്ടും അകത്ത് കയറിയേക്കുക.
എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം ഇത് എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എൻ്റെ വലിയ 5 കിലോയുടെ മട്ടയരി ഞാൻ പൊട്ടിച്ചിട്ടിട്ട് ഒരു അത്യാവശ്യം വലിയൊരു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള വലിയ നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ബക്കറ്റ്, മൂടിയുള്ള ഒരു ബക്കറ്റ്, അതിനകത്താണ് ഞാൻ ഈ അരി ഇട്ട് വെച്ചിരിക്കുന്നത്. മട്ടയരി 5 കിലോ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഏകദേശം, ഇവിടെ അങ്ങനെ മട്ടയരി അധികം കിട്ടത്തില്ല, അപ്പം അതിന് ഏകദേശം ഒരു 500 രൂപ എങ്ങാണ്ടാണ് 5 കിലോയ്ക്ക്. ഏകദേശം ഒരു 500 രൂപ, ഒരു 450 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് ഞാൻ ഈ അരി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എലി ഇറങ്ങി വരുന്നത് എനിക്കങ്ങ് സങ്കടം വന്നു. കാരണം എൻ്റെ 5 കിലോ അരി ഫ്രഷ്, ആ 5 കിലോ അരി പോയി. എൻ്റെ ബക്കറ്റിൻ്റെ അടപ്പ് ഇത് കാർന്ന് ആണ് അതിൻ്റെ ഉള്ളിൽ കയറിക്കുന്നത്. എത്ര സമയം ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ വലിയ പൈപ്പ് അത് കാർന്നെടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതെൻ്റെ ബക്കറ്റും കാർന്നെടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് കയറിപ്പോയി. അങ്ങനെ എൻ്റെ ആ പൈപ്പും പോയി. പൈപ്പ് ആ പിന്നെ ഫിറ്റിങ്ങിൽ നിന്ന് പോയിട്ടില്ല, അടിയിലുള്ള പൈപ്പ് മാത്രമേ ഇത് കരണ്ടിട്ടുള്ളൂ. പൈപ്പ് സ്റ്റിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് പറിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച പോലെയാണ് ഈ എലി ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും ആ എലി പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ പറയുന്ന 5 കിലോ അരി ഞാൻ പുറത്ത് കൊണ്ട് ഡംപ് ചെയ്തു. ബിക്കോസ് അതിനകത്ത് മുഴുവൻ എലി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി എനിക്ക് ആ അരി കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് കൊണ്ടേ കളഞ്ഞ് അടുക്കളയിലുള്ള മുഴുവൻ പാത്രം, ഇത് ഓരോ തവണയും എലി കയറുമ്പോൾ ഞാൻ അടുക്കളയിലുള്ള മുഴുവൻ പാത്രങ്ങളും കഴുകി വീണ്ടും അത് ഉണക്കി എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് അടിച്ചു വാരി. നമുക്കൊരു പേടിയുണ്ടല്ലോ, ഇതൊരു വെർമിനാണല്ലോ, അപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഇത് മോശമാക്കി കാണുമല്ലോ എന്നുള്ള, വീട് മുഴുവൻ എവിടേക്ക് ഇത് ടച്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു പേടി നമുക്കുണ്ടല്ലോ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് പേടിയാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് എലി വഴി ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനതിന് എലി വഴിയെന്ന് പേരിട്ടു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് പേടിയാവാൻ തുടങ്ങി, ഇത് ഇനി എൻ്റെ വീട്ടിൽ കയറും. അപ്പോൾ രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ചെറിയ ചിൽ ഇങ്ങനെ ശബ്ദം കേട്ടാൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഫസ്റ്റ് തന്നെ ഞാനപ്പം ഞെട്ടി എഴുന്നേറ്റിട്ട് ഓടിപ്പോയി എൻ്റെ അലമാരി തുറന്ന് നോക്കും ഞാൻ, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. ഇത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വീടിന് പുറത്തേക്ക് പോകാൻ പേടിയാണ്. തിരിച്ചു വന്നു കഴിയുമ്പോൾ എൻ്റെ വീട് എന്ത് മെസ്സായിട്ടായിരിക്കും കിടക്കുന്നത്, ഇതിനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ പല പേടികളാവാൻ തുടങ്ങി എനിക്ക്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാണ്ടായി. ഇത് 3 തവണ വീണ്ടും ഈ എലി വന്നു. 3 തവണ ഞാൻ പിറ്റേ ദിവസം അരി മേടിക്കും, ഈ 5 കിലോ അരി മേടിക്കും, ഞാനത് പൊട്ടിച്ചിടും, ഞാനിത് പല രീതിയിൽ സീൽ ചെയ്ത് വെക്കും. ഇത് അതിനകത്ത് മാത്രമേ കയറുന്നുള്ളൂ. ഞാനവിടെ വേറെ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനകത്ത് ബിസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ കഴിക്കാനുള്ള പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും എലി പൊട്ടിക്കുന്നില്ല. കറക്റ്റ് എൻ്റെ ഈ അരി, ഈ മട്ട അരി, എന്നാൽ കേരളത്തിൽ നിന്ന് വന്ന എലിയാണോന്ന് എനിക്കറിയത്തില്ല, ഈ മട്ട അരി മാത്രമേ ഇതെടുക്കുന്നുള്ളൂ. അങ്ങനെ ഇത് പൊട്ടിച്ച് അതിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് ഞാനിത് ഓരോ തവണയും ഇത് കളയും. 3 തവണ ഞാൻ കളഞ്ഞു. അതായത് എൻ്റെ 15 കിലോ അരിയാണ് പോയത്. അപ്പം ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഇത്രയും പൈസയാണ് പോകുന്നത്. ശരിക്കും 5 കിലോ അരി എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ കാലം കഴിക്കേണ്ട അരി, അങ്ങനത്തെ 15 കിലോ അരി എൻ്റെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുമോ. പിന്നെ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, സ്ട്രെസ്സൊക്കെ. അങ്ങനെ 3 തവണയും കഴിഞ്ഞ് ഞാൻ ക്ഷമിച്ച് ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ തിരിച്ച് കോളേജിൽ നിന്ന് വരുമ്പം ഈ എലി ഈ ബക്കറ്റിനകത്തിരിക്കുക. അതായത് ഞാൻ 4ാമത്തെ പ്രാവശ്യം മേടിച്ച് വെച്ചേക്കുന്ന അതേ അരിക്കലത്തം ആ ബക്കറ്റിനകത്തിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പം ഞാനിത് തുറന്നു, ഇതിനകത്തുനിന്ന് എലി ഇറങ്ങി ഓടി. ഇത് മറ്റേ ഈ അടിയിലത്തെ ഈ സാധനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം, അതായത് ഈ പൈപ്പിനകത്ത് കൂടെ ഇറങ്ങി ഡ്രെയിനേജിലോട്ട് പോകാൻ നോക്കുക. പക്ഷേ ഇത് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ വയറങ്ങ് നിറഞ്ഞിട്ട് ഇതിൻ്റെ തലയും ആദ്യത്തെ 2 ഈ കൈ ഉണ്ടല്ലോ, കൈ മാത്രം ഉള്ളിൽ പോയി. 2 കാലും വാലും വയറിൻ്റെ പകുതിയും പുറത്തേക്കായിപ്പോയി, സ്റ്റക്കായിപ്പോയി ഇത്. അപ്പം ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് ഇറങ്ങിപ്പോവാണേ പോട്ടെ, ഞാനായിട്ട് ഉപദ്രവിക്കുന്നില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇനിയും ഇതിനെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് തന്നെയായിരിക്കും തൊഴിൽ. സ്ഥിരമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അതിനെന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത്,
എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ഒരാളുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പുറത്തുനിന്ന് ഒരു ഇഷ്ടിക ഉണ്ടായിരുന്നു, ആ ഇഷ്ടിക എടുത്തുകൊണ്ട് വന്നിട്ട് ഈ എലീൻ്റെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഇത് ചതഞ്ഞു പോയി, ഇതിൻ്റെ ബാക്ക് ഭാഗമെല്ലാം. പക്ഷെ എന്നിട്ട് ഞാനിതിനെ പുറത്തേക്ക് വലിക്കാൻ നോക്കി. പുറത്തേക്ക് വലിക്കാൻ നോക്കുമ്പം ഈ എലി, ഐ മസ്റ്റ് സേ, ഈ എലി ഒരു ഫൈറ്ററായിരുന്നു, ഒരു ആണെലിയായിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ചത് ഇത് ഭയങ്കര ഫൈറ്റർ എലിയായിരുന്നു. കാരണം ഇതിങ്ങനെ ആണെലി ആയതുകൊണ്ടാണ് അതിന് അത്ര അഹങ്കാരം വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് അള്ളിപ്പിടിച്ചിരിക്കും, ഇതിങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുവാണ്. ഇത് ഇങ്ങോട്ടേക്ക് വലിയുന്നില്ല. അപ്പം ഇത് ചത്തിട്ടില്ല, പക്ഷേ ഇത് ഇങ്ങോട്ടേക്ക് വലിഞ്ഞു വരുന്നില്ല. ഇനി ഞാൻ പിടിച്ച് വലിക്കാൻ നോക്കി, പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അതിനെ നന്നായിട്ട് ഉപദ്രവിച്ചു. അത് ചത്തില്ല. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന്. ഞാൻ ഭയങ്കര ക്രൂരമായി അതിനോട് പെരുമാറിയെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഞാൻ അതിനോട് പെരുമാറി. അവസാനം എനിക്ക് അവിടുന്ന് ഒരു വലിയ കത്തിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. കാരണം ഇത് സ്റ്റക്കായി പോയിട്ട് ഇതിങ്ങോട്ട് വലിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ചത്താണ് എനിക്കിതിനെ കിട്ടിയത്. പുറത്തോട്ട് ഞാൻ വലിച്ചെടുത്തു, കാരണം ഇത് എൻ്റെ ഡ്രെയിനേജിൽ സ്റ്റക്കായിപ്പോയി. ഇപ്പോഴിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനൊരു ജീവിനെ കൊല്ലാറില്ല പൊതുവേ. അതിപ്പോൾ പണ്ടാണെങ്കിലും ഈ ഉറുമ്പൊക്കെ ആണെങ്കിൽ തന്നെ അത് ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പൂവൊക്കെ വെക്കുന്ന ആ തരത്തിലുള്ള വട്ടമുള്ള ഒരാളാണ്. പക്ഷെ ഞാനായിട്ട് ഒരു സാധനത്തിനെ കൊന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ടു സേ, എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിനെ കൊന്നു. എന്നിട്ട് എനിക്ക് പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അതായത് ഞാനൊരു ജീവിനെ കൊന്നു എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും ഞാനതിനെ ഇടിച്ചും കുത്തിയും ഒക്കെയാണല്ലോ കൊന്നത്. എന്നിട്ട് ഞാനതിനെ വലിച്ചു പുറത്തിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ എനിക്ക് കൊല്ലാനുള്ളൊരു കെൽപ്പുണ്ടെന്നും കൊല്ലാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരേ കരച്ചിലായിരുന്നു. ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചിട്ട്, അമ്മേ ഞാനൊരു എലീനെ കൊന്നു. ആ എലീനെ എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ കയറുന്നതായതുകൊണ്ട് അതിനെ എൻ്റെ വീട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ആ എലീനെ കൊന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരേ കരച്ചിലായിരുന്നു. ഞാനിവിടെ വന്ന് നിന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈറ്റ് പോയതുകൊണ്ട് കുറച്ച് നല്ല ഡാർക്കായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനിത് പറയുക. അങ്ങനെ ഇതിന് ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് അത് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ ഞാൻ കൊന്നു എന്നുള്ളത്. എന്നിട്ട് ഞാൻ അതിനെ കൊണ്ട് കുഴിച്ചിട്ടു. പിന്നെ ഞാൻ അവിടെ ഒരു ടൈലും അവിടെ പൈപ്പ് ഉണ്ടെങ്കിലും ആ പൈപ്പ് ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ഈ പൈപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ടൈല് മുകളിൽ ഈ ഒരു ഓവുണ്ടല്ലോ അതിൻ്റെ അവിടെ ഞാൻ ടൈല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇഷ്ടിക വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഹൗസ് ഓണർമാർ ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു തരത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എപ്പോഴും എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. പക്ഷേ സ്റ്റിൽ എനിക്ക് ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. അതായത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാനതിനോട് ചെയ്തത്. പക്ഷെ അതെന്നോട് മോശമാണ് ചെയ്തത്. 3-4 തവണ ഞാൻ എന്നോട് ക്ഷമിച്ചു വിട്ടു. പക്ഷെ അത് കേട്ടില്ല. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഭ്രാന്താണോ എന്ന്. പക്ഷെ നമ്മളുടെ അകത്ത് തന്നെ ഉള്ള വേറെ ഒരു തരത്തിലുള്ള ഒരു ഹ്യൂമനെ തിരിച്ചറിയുന്നത് പലപ്പോഴും നമ്മൾ തന്നെയുള്ള ഇങ്ങനത്തെ മൊമെൻറ്റ്സിലായിരിക്കും. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യും, നമുക്ക് എത്രയൊക്കെ ക്രൂരമായിട്ട് ചിന്തിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മളറിയാത്ത പല ആളുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇൻസിഡൻസിലൂടെ ആയിരിക്കും. അപ്പോൾ അതുവരെ ഞാൻ എന്നെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് മറ്റൊരു ജീവിയെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് കോ എക്സിസ്റ്റൻസ് പ്രശ്നമാവുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൊല്ലും, അതിപ്പോൾ എന്ത് സാധനമാണ്. പക്ഷെ ഞാനിപ്പോഴും ഞാൻ എല്ലാവരെയും കൊല്ലും അതങ്ങനെയല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ തന്നെ ചിന്തിപ്പിച്ചു. ഇതിനകത്ത് എൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടോ. നമ്മൾ ദൃശ്യം 3 കാണുമ്പോൾ ആലോചിക്കില്ലേ ജോർജ് കുട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ എന്ന്. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ തനിയെ ജീവിക്കുമ്പോൾ മാത്രം പുറത്ത് വരുന്ന പല 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 മനുഷ്യരുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അത് നമ്മൾ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും, ഇങ്ങനെയായിരുന്നോ എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന്.
നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ തനിയെ താമസിച്ച് പോയിട്ട് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള കാര്യങ്ങൾ, നല്ലതോ ചീത്തയോ, നിങ്ങൾക്ക് അതിശയം തോന്നുന്ന നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് കമൻസിൽ പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ കാണാം.